എല്ലാ ശ്രോതാക്കൾക്കും ക്രൈസ്തവ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. കേരളമൊട്ടാകെ, പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് എമ്പുരാൻ ഒരു വലിയ ആഘോഷമായി മാറുമ്പോൾ യേശു മാത്രമാണ് തമ്പുരാൻ എന്നുള്ളത് ഒരു കവിതാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ ജനനവും മരണവും ഏറെ പ്രസക്തമാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ പ്രസക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട സംഭാഷണ ശൈലിയിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. യേശു കർത്താവിൻ്റെ ഉയർപ്പിലൂടെ സ്വർലോകരുടെയും ഭൂലോകവാസികളുടെയും അധോലോകരുടെയും സർവർക്കും മീതെയുള്ള തമ്പുരാനായി യേശു കർത്താവ് മാറി. ഈ കവിത ഒരു സംവാദ രീതിയിലാണ് ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലൂസിഫറും യേശു തമ്പുരാനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കവിതയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ കവിത നിങ്ങൾക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഡോക്ടർ അനിൽ കുറിച്ചുമുട്ടം അവറുകളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുള്ള വ്യക്തിത്വമാണ്. ഒപ്പം തന്നെ സമകാലികമായി കവിതകളും കഥകളും ഒക്കെ നിരന്തരമായി എഴുതുകയും അതിലൂടെ സമകാലിക ലോകത്തോട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നിങ്ങൾ ഈ കവിത ദയവായി ശ്രവിക്കുക, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. മനോഹരമായ ഒരു കവിത നിങ്ങളുടെ മുമ്പിൽ ചൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്. കവിതയുടെ പേര് യേശു തമ്പുരാൻ എന്നാണ്. ഈ കവിത എഴുതിയത് റവറൻ ജോമോൻ ജേക്കബാണ്. അദ്ദേഹം എഴുത്തുകാരനും പ്രസംഗകനുമൊക്കെയാണ്. ഈ കവിത ഒരു സംവാദ പദ്യശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ കവിതയിൽ മുഴുനീളെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ലൂസിഫറും യേശു തമ്പുരാന്റെയും ഇടയിലുള്ള ഒരു സംഭാഷണ രീതിയിലുള്ള ഈ കവിത നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നു. നമ്മൾ ആദ്യം ലൂസിഫർ പറയുന്ന ഭാഗമാണ് ചൊല്ലാൻ പോകുന്നത്. ഓർമ്മയിൽ ഞാൻ മേഘോന്നതങ്ങളിൽ സിംഹാസനം വെച്ചവൻ, ഓർമ്മയിൽ ഞാൻ മേഘോന്നതങ്ങളിൽ സിംഹാസനം വെച്ചവൻ, സംഗീതദീപ്തിയായി സ്വർഗ തമ്പുരാനേക്കാൾ മീതയെന്നു വിചാരിച്ചവൻ, തള്ളപ്പെട്ടുവെങ്കിലും നിൻ തോൽവിക്കായി കാത്തിരുന്നു ഞാൻ, തള്ളപ്പെട്ടുവെങ്കിലും നിൻ തോൽവിക്കായി കാത്തിരുന്നു ഞാൻ, ക്രൂശിലായിരുന്നവൻ സർവത്ര പ്രതീക്ഷയും, നിൻ പീഡാനുഭവങ്ങളെ കണ്ടു ഞാൻ മന്ദഹസിച്ചു, നിൻ പീഡാനുഭവങ്ങളെ കണ്ടു ഞാൻ മന്ദഹസിച്ചു, നിൻ കല്ലറയുടെ നിശബ്ദത നോക്കി ഞാൻ അട്ടഹസിച്ചു, ആകാശം മുട്ടെ ആനന്ദിച്ച നിമിഷം ഓർത്തു ഞാൻ നിന്നെ തളച്ചുവെന്ന്, ആകാശം മുട്ടെ ആനന്ദിച്ച നിമിഷം ഓർത്തു ഞാൻ നിന്നെ തളച്ചുവെന്ന്, ഉറപ്പിച്ചു ഞാൻ അനന്തരാജാവെന്ന്, ഉറപ്പിച്ചു ഞാൻ അനന്തരാജാവെന്ന്. കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മൾ കേട്ടത് ലൂസിഫറിന്റെ സംഭാഷണമാണ്. ലൂസിഫറിന്റെ സംഭാഷണത്തിന് ശേഷം അതിനോട് യേശു തമ്പുരാൻ നൽകുന്ന മറുപടിയാണ് ഈ സ്റ്റാൻസയിൽ പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വാക്കുകളിലല്ല മൗനത്തിലാണെൻ ശക്തി, വാക്കുകളിലല്ല മൗനത്തിലാണെൻ ശക്തി, കല്ലറയല്ല അവസാനം പുനരുത്ഥാനത്തിലാണെൻ അതുല്യ വിസ്മയം. പാറ ചിതറി കാവൽ വിറച്ചു മുദ്രമങ്ങി, പാറ ചിതറി
കാവൽ വിറച്ചു മുദ്രമങ്ങി. കല്ലറ കടന്നു ഞാൻ ജയകിരീടമേറി ഉയിരായി തെളിഞ്ഞു. കല്ലറ കടന്നു ഞാൻ ജയകിരീടമേറി ഉയിരായി തെളിഞ്ഞു. നിൻ തല തകർന്നത് ക്രൂശിലെങ്കിൽ, നിൻ തല തകർന്നത് ക്രൂശിലെങ്കിൽ, നിന്നാധിപത്യം നഷ്ടമായി എൻ തുറന്ന കല്ലറയിൽ. നിന്നാധിപത്യം നഷ്ടമായൻ തുറന്ന കല്ലറയിൽ. നീ വിധിച്ച പാപത്തിൻ്റെ ഫലമെന്ന മരണം കീഴടക്കി. നീ വിതച്ച പാപത്തിൻ ഫലമെന്ന മരണം കീഴടക്കി. സകലത്തിനും മീതെ എല്ലാം കാൽക്കലാക്കി വാണരുളുന്നു പ്രപഞ്ചമാകെ. സകലത്തിനും മീതെ എല്ലാം കാൽക്കലാക്കി വാണരുളുന്നു പ്രപഞ്ചമാകെ. തേർഡ് സ്റ്റാൻസ ലൂസിഫറിന്റെ സംഭാഷണമാണ്. വാനവാസികൾ ഒരു നാളിൽ എനിക്കായി സംഗീതം പാടിയിരുന്നു. വാനവാസികൾ ഒരു നാളിൽ എനിക്കായി സംഗീതം പാടിയിരുന്നു. ഇന്നെന്ത് അവർ നിൻ നാമം ചൊല്ലി ആരാധനയേറുന്നു. നിൻ പിറവിയുടെ സമാരംഭം മുതൽ ഞാൻ ജാഗ്രതയിൽ നിന്നു. നിൻ പിറവിയുടെ സമാരംഭം മുതൽ ഞാൻ ജാഗ്രതയിൽ നിന്നു. എങ്കിലും നീ ജയാളിയായതെങ്ങനെയെന്ന് തിരിച്ചറിയാതെ പോയി ഞാൻ. എങ്കിലും നീ ജയാളിയായതെങ്ങനെയെന്ന് തിരിച്ചറിയാതെ പോയി ഞാൻ. നിശബ്ദമായി ജയിച്ചൊരു മഹാരാജാവു നീ. നിശബ്ദമായി ജയിച്ചൊരു മഹാരാജാവു നീ. സ്വർഗസിംഹാസനത്തിലെ സാക്ഷാൽ തമ്പുരാൻ. സ്വർഗസിംഹാസനത്തിലെ സാക്ഷാൽ തമ്പുരാൻ. അവസാന സ്റ്റാൻസയാണ് നമ്മൾ പാടുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ മറുപടി എന്നോണം ഈ സ്റ്റാൻസ പാടി ഈ പദ്യം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉയർപ്പെന്ന വാതിലിലൂടെ എൻ നാമത്തിൽ മുട്ടുകുത്തും. ഉയർപ്പെന്ന വാതിലിലൂടെ എൻ നാമത്തിൽ മുട്ടുകുത്തും. വാനവും ഭൂമിയും പാതാളവുമെല്ലാം മൂവുലോകത്തിലും മുഴങ്ങും യേശു മാത്രം തമ്പുരാനെന്ന്. മൂവുലോകത്തിലും മുഴങ്ങും യേശു മാത്രം തമ്പുരാനെന്ന്. ഒരു നാൾ ബന്ധിക്കും ലൂസിഫറേ നിന്നെ ഞാൻ എന്നേക്കുമായി. ഒരു നാൾ ബന്ധിക്കും ലൂസിഫറേ നിന്നെ ഞാൻ എന്നേക്കുമായി. എമ്പുരാന്മാരും ഭൂതലത്തിൽ ക്ഷണികമായിരിക്കും. എമ്പുരാന്മാരും ഭൂതലത്തിൽ ക്ഷണികമായിരിക്കും. മരണത്തെ തകർത്തെറിഞ്ഞ ഉയർപ്പിൻ മാറാത്ത സത്യത്തിൽ, മരണത്തെ
മരണത്തെ തകർത്തെറിഞ്ഞ ഉയർപ്പിൻ മാറാത്ത സത്യത്തിൽ ഇന്നുമെന്നും എല്ലായ്പ്പോഴും ഞാൻ മാത്രമാണ് പ്രപഞ്ചത്തിൻ തമ്പുരാൻ. ഇന്നുമെന്നും എല്ലായ്പ്പോഴും ഞാൻ മാത്രമാണ് പ്രപഞ്ചത്തിൻ തമ്പുരാൻ. യേശു തമ്പുരാൻ.